അനിൽ നമസ്കാരം. അനിൽ നമസ്കാരം. നമസ്കാരം. അനില് വളരെ ആക്റ്റീവായിട്ട് സ്റ്റേജുകളിൽ നമ്മൾ വൺ മാൻ ഷോയും മെഗാ ഷോയും ഒക്കെ ഉണ്ടെങ്കിലും അനിലിനോടൊപ്പം സുനിൽ എന്ന് പറഞ്ഞൊരു കലാകാരനും കൂടി 2 മാൻ ഷോ ഒരുപാട് വേദികൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് അനില്. തുടർന്ന് ഒരുപാട് ട്രൂപ്പുകളിൽ ഞങ്ങളൊന്നിച്ച് ഷോസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അനിലിനെ കുറിച്ച് എനിക്ക് അടുത്ത കാലത്ത് അറിയാൻ കഴിഞ്ഞത് അനിൽ ചെന്നൈയിലാണ് എന്നുള്ളതാണ്. അപ്പൊ അനിൽ അവിടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ് ചെന്നൈയില്. എങ്ങനെ ഒരു മലയാളി ചെന്നൈയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയി എന്ന് ചോദിച്ചാൽ അല്ല, കാർട്ടൂൺ കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊടുത്തോണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്ന ഒരുപാട് കാർട്ടൂണുകളിൽ മുയലും തത്തയൊക്കെ ഈ സാധനങ്ങളൊക്കെ ചെയ്യുന്നത് അനിലാണ്. ഒരുപാട് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ശബ്ദങ്ങൾ അനുകരിക്കുന്ന ഒരാളാണ് അനില്. അല്ലെ അനില്, എന്താ വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കുന്നു. പിന്നെ വേറെ കാര്യമുണ്ട്. അല്ല, ഞാനേ എന്നുള്ള ശബ്ദമൊക്കെ ചെയ്യുന്ന അനിൽ എന്ന് പറഞ്ഞുകൊണ്ട് മുരളീചേട്ടന്റെ ശബ്ദം അനില് എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു. അല്ല, അത് പിന്നെ അരി വാങ്ങിക്കാൻ വേണ്ടിട്ടുള്ളതാണ് മറ്റേ ശബ്ദം. ഇത് ജാട കാണിക്കാൻ. ഇത് ജാടക്കുള്ളതാണ്. മര്യാദക്ക് വർത്താനം പറയാൻ വേറെ ഉണ്ടോ? എന്നെ അണ്ണാന്ന് വിളിപ്പിച്ച ആളടുത്തിരിക്കുന്നത്. എന്താ കഥ? അതായത് നമ്മുടെ കൊട്ടാരക്കര അമ്പലത്തില് നമ്മുടെ ബൈജുണ്ണന്റെ അമ്പലക്കര സിനിമ, ബൈജുണ്ണന്റെ അനിയണന്റെയും പ്രോഗ്രാം. അപ്പൊ മണിച്ചേട്ടന്റെ നാദർശേഖരൻ ഗാനമേള. അപ്പൊ അവരുടെ വലിയേട്ടൻ സിനിമയുടെ ഒരു വലിയൊരു ഷോ അമ്പലത്തിൽ നടക്കും. ഓക്കെ. അപ്പൊ നമ്മുടെ വലിയേട്ടൻ ഷൂട്ടിംഗ് നടക്കുന്ന സമയമാണ്. എന്നെയും ബിജു എന്നെയും ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഇവരുടെ പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് ഈ ഗ്യാപ്പിൽ മിമിക്രി പറയണം. അപ്പം 2 സ്കിറ്റുകൾ കളിക്കാൻ പോയി. അപ്പൊ നമ്മളെയൊന്നും അധികം അറിയാൻ വയ്യാത്ത രീതിയിൽ നമ്മൾ സ്റ്റേജിന്റെ ബാക്കിലേക്ക് മാറി നിൽക്കുക. അപ്പോൾ ഒരു 10-35 ഓർക്കസ്ട്ര ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ശബ്ദവും എൻ്റെ ലൈറ്റും ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് 2 പേരും കൊണ്ട് കയറി ചെന്നിട്ട് ഒരു നാടകത്തിന്റെ സ്കിറ്റ് കളിച്ചു. അപ്പോൾ ശബ്ദം കേട്ടിട്ട് ഓടി വന്നിട്ട് ഒന്ന് നോക്കി. 2 പേരും വന്ന് ഇപ്പോൾ ഈ ഗസ്റ്റുകൾ 2 പേരും വന്ന് നോക്കി. മണിച്ചേട്ടൻ നേരത്തെ അറിയാം, അതുകൊണ്ട് മണിച്ചേട്ടൻ അറിയാമത്. അപ്പോൾ ഇവർക്ക് അറിയത്തില്ല ആരാണെന്ന്. അപ്പോൾ അവരുടെ പെട്ടെന്ന് അവരെ വിളിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു അവിടെ ചെന്നിട്ട് എന്നെ വിളിപ്പിച്ചു റൂമിലേക്ക്. എന്നിട്ട് ഞങ്ങൾ ചെന്നിട്ട് മനോജ് സാറേന്ന് വിളിച്ചു. ആടാ സാറ് വിളിയടാ അണ്ണാന്ന്. അത്ര ഞാൻ പറയില്ല. കലാകാരന്മാർ തമ്മിൽ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാണ്. അങ്ങനെ പറഞ്ഞു. ഈ പറഞ്ഞ ആദ്യത്തെ വരട്ടെ എന്റെ പൊന്നെ, എന്റെ കംപ്ലീറ്റ് ഇമേജും പോയനെ. അല്ല, ഞാൻ പറഞ്ഞത് സാറിന് വിളിക്കണ്ട. പക്ഷെ ഇത്രയും ഷൗട്ട് ചെയ്ത് ഞാൻ പറയില്ലോ. അത് പറയില്ല. അപ്പൊ എന്നിട്ട് പറഞ്ഞ് എടാ നിങ്ങളവിടെ കാണിച്ച നാടകം പാട്ടൊന്ന് പാടാന്ന് പറഞ്ഞു. അപ്പൊ അത്രയും 10-30 ഓർക്കസ്ട്രയിൽ നമ്മൾ പാടിയപ്പോഴത്തേക്ക് ഈ ഗാനമേളയുടെ പാട്ടുകൾ പോലും മാറിയെന്ന് പോയി. അതൊരിക്കലും ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞാനൊന്ന് പാടാം. കോട്ടയം തരികുണാരി തിയേറ്റേഴ്സിന്റെ ആധുനിക ഡിജിറ്റൽ ഗുണ്ടായിസ ഡ്രാമ. ഞങ്ങളുടെ നാടകത്തിന്റെ പേര് അമ്മേ ആരാണ് എൻ്റെ അച്ഛൻ. നാടക സംവിധാനം സുന്ദരൻ കല്ലായി, മണ്ണായി, ചെളിയായി, പണ്ടാരമടങ്ങി. അടുത്ത ജൂൺ ആദ്യവാരം മുതൽ ഞങ്ങളുടെ നാടക സമിതി വേദികളിൽ അവതരിപ്പിച്ചു വരുന്ന പുതിയ പുണ്യ പുണാര കത്തിശാസ്ത്ര ഡ്രാമാസ്കോപ്പ് നാടക നൃത്ത ശില്പം. ശില്പത്തിന്റെ പേര് കടത്തിണ്ടയും കണ്ണീരും. പിന്നെ മറ്റൊരു നാടകം തൊലിക്കട്ടി. നിനക്ക് നാടകമില്ലേ സഹോദരനെ? ഞങ്ങൾ നാടകം ആരംഭിക്കട്ടെ. ഞങ്ങളുടെ നാടകത്തിന്റെ പേര് അമ്മേ ആരാണ് എൻ്റെ അച്ഛൻ. അയ്യോ കാലവാരിത്തറേലടിക്കല്ലേ ഞങ്ങ കട്ടപ്പേട്ടെഴുതിയ നാടകമാ. ഞങ്ങ നാടകക്കാരാണേ, വല്ല സൂപ്പർ നാടകമാ. ഈ കട്ടനും കട്ടിയും ലൈറ്റും വാടകയാ. ഞങ്ങ നാടകക്കാരാണേ, വല്ല സൂപ്പർ നാടകമാ. ഈ കട്ടനും കട്ടിയും ലൈറ്റും വാടകയാ. അയ്യോ കാലവാരി തറേലടിക്കല്ലേ. അത് കേൾക്കാൻ വേണ്ടിട്ട് റൂമിലേക്ക് വിളിച്ചിരുന്നു. ഇത് കേട്ട് ഞാൻ ഇപ്പൊ ഓർക്കുന്നുണ്ട്. ശരിയാണ്, അത് അത്ര ഇഷ്ടപ്പെട്ട അതുകൊണ്ടാണ്. പിന്നെ ആദ്യം പറഞ്ഞ അണ്ണാന്നുള്ള വിളിച്ചൂടെ നമുക്ക് മാനസികമായിട്ട് അടുപ്പം പറയണമെങ്കിൽ അങ്ങനെ വിളിക്കണ്ടേ? എന്റെ സാറെന്ന് വിളിച്ചപ്പോ നമ്മള് അകന്നു പോയില്ലേ? അതിനുവേണ്ടി ഒന്ന് വിളിപ്പിച്ചേട്ടോ, ഓർമ്മപ്പെടുത്തിയത്. തീർച്ചയായിട്ടും. അനിലെ എന്തൊക്കെയായിരുന്നു അതിന്റെ ശബ്ദങ്ങളൊക്കെ? ഒന്നുമില്ല, ഈ പറഞ്ഞ പോലെ കൊച്ചുകുട്ടികളിൽ നിന്ന് തുടങ്ങി ആ കാർട്ടൂൺ തുടങ്ങി ഇപ്പോ മമ്മൂക്കയുടെ ഭീഷ്മപർവം എന്ന സിനിമ വരെ ഡബ് ചെയ്ത് നിൽക്കുന്നു. ഭീഷ്മപർവത്തിൽ ആർക്കാണ് ഡബ് ചെയ്തത്? അത് അവളുടെ പേര് എനിക്കറിയത്തില്ല. അവരിങ്ങനെ നമ്മുടെ പെരുമൺ ദുരന്തത്തെ കുറിച്ചും പഴയ അരിയുടെ മറ്റേ വരവിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന ഒരു കഥാപാത്രം. സാംബശിവൻ സാറിന്റെ ശബ്ദത്തിലേക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന ചെയ്യാറുണ്ടായിരുന്നു പണ്ടങ്ങാനും. ചെയ്യുമായിരുന്നു. എനിക്ക് ആദ്യം നിങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോ അദ്ദേഹത്തെ ഓർമ്മ. കഥാപ്രസംഗം. അനില് എത്ര സിനിമ ഡബ് ചെയ്തു അനില്? ഇപ്പം
സിനിമകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സിനിമകൾ. എന്നാ ഒരു 200 അത്രയും കൂടെ തമിഴ് എല്ലാം കൂടെ എല്ലാ പടങ്ങളും ചെയ്തു. അത്ര സിനിമകൾ ഡബ് ചെയ്തിട്ടുണ്ട്. ഭീഷ്മപർവം വരെ എന്ന് പറയുമ്പം എല്ലാ സിനിമകളിലും നമ്മൾ കാണുന്ന പല സിനിമകളിലും ചെറിയ ഒരുപാട് കഥാപാത്രങ്ങൾക്ക് നമ്മൾ ശബ്ദം കേൾക്കുന്നത് അനിലിന്റെ ശബ്ദമാണ്. അതുമല്ല ഒരു സിനിമയിൽ മറ്റു നടന്മാരെ പോലെയല്ല, അനിലിനെ പോലെ ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ ആ സിനിമയിൽ ഒരു 5 പേർക്ക് ചെയ്യേണ്ടി വരും മിനിമം. ചായക്കടയിൽ ഇരുന്ന് ഒരു അപ്പൂപ്പനെ ചെയ്യും, അത് കഴിഞ്ഞിട്ട് വേറൊരാൾക്ക് ചെയ്യും, അങ്ങനെ പലർക്കും ചെയ്യാറില്ല ഒരു സിനിമ. ഇതിനി പലർക്കും ചെയ്യാതെ എന്റെ ഒരു വിഷ് പറയാണ്, അത് അനിലിന്റെ സ്വന്തം രൂപത്തിലേക്ക് താങ്കളുടെ ശബ്ദം വരുന്ന രീതിയിലേക്ക് ഒരു നടനായി ഒരു സിനിമയുണ്ട്. എന്നെ അമ്പിളിച്ചേട്ടനെയും നായകനാക്കിയൊരു സിനിമ എടുത്തിരുന്നു, തെമ്മാടിക്കൂട്ടം എന്നാണ് സിനിമയുടെ പേര്. ആ സിനിമ റിലീസായി, കാസ്നോവയും ഈ പടം ഒരു ദിവസമാണ് റിലീസായത്. തെമ്മാടിക്കൂട്ടം അതിന്റെ കൂടെ റിലീസായത് കാസ്നോവ സെയിം ദിവസം. ആ സിനിമയിലെ ഹീറോ ആയിട്ട് ഞാനാണ് അഭിനയിച്ചത്. എനിക്കറിയാം. ഒരു കാർട്ടൂൺ ശബ്ദങ്ങൾ എന്തെങ്കിലും ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തുതരാം, എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത് അറിയാം. അത് നമ്മുടെ കുട്ടികളുടെ കാർട്ടൂൺ പരമ്പരയിൽ ഇഷ്ടപ്പെട്ട ഒരു സംഗതി മർസുപ്പിലാമി. അപ്പൊ അതിനകത്തൊരു തൊപ്പിയിട്ട് നടക്കുന്ന ഒരാളുണ്ട്, ഈ കാടൊക്കെ നശിപ്പിക്കാൻ നടക്കുന്നത്. അപ്പൊ അവന്റെ ശബ്ദം എങ്ങനെയാണ്? എടാ നമ്മൾ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? എടാ നമുക്ക് ഈ കാടൊക്കെ മുഴുവൻ കത്തിച്ച് കളയണ്ടേ? എടാ അല്ലെങ്കിൽ നമുക്ക് ഈ കാട് മൊത്തം ലേലം വിളിച്ച് കിടക്കണ്ടേടാ? എടാ എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റൂ. വേറെ ആർക്ക് ഏത് ശബ്ദമാണ് കാർട്ടൂണിലുള്ളത്? വേറെ എന്താ പറയുക, മറ്റേ കുൻഫു പാണ്ട എന്നൊക്കെ പറയുന്ന മറ്റേ അതിന്റെ കാർട്ടൂണിലൊക്കെ പല അവിടെ വേറെ ഭാഷയല്ലേ സംസാരിക്കുന്നത്. നമുക്ക് തമിഴിൽ നിന്നാണ് അത് കിട്ടുന്നത്. നീ എങ്ക പോറേ, അപ്പൊ നമ്മള് നീ എവിടെ പോന്നടാ? ഈ തെലുങ്ക് പടങ്ങൾ മലയാളത്തിലേക്ക് ചെയ്യുമ്പോ അതില് ഡബ് ചെയ്തിട്ടുണ്ടോ? തെലുങ്ക് മലയാളത്തിലേക്ക് മാറുമ്പോ ഇഷ്ടംപോലെ കോമഡി കിട്ടും. ഇഷ്ടംപോലെ കോമഡി കിട്ടും. ബാഹുബലിന് അതിന്റെ ശബ്ദങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, അതൊന്നും പറയാൻ പറ്റത്തില്ല. റൗഡിന്റെ ബഹളമാ, ആൾക്കൂട്ടം മുഴുവൻ അതിൽ നിന്നങ്ങ് ചെയ്യുക. അതെ അല്ലേട്ടാ, ഈ മലയാളത്തിൽ മാത്രമാണോ അതോ തമിഴ് ഭാഷയിലൊക്കെ ഡബ് ചെയ്തിട്ടുണ്ടോ? അല്ല, അവിടെ ചെന്നൈയിലെ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മൈക്കാട് പണിക്കാരെ കക്കാവാരം പോകുന്നതിനെക്കാട്ടി പാടാ, അല്ലെ മണ്ണ് വരാവുന്നതിനെക്കാട്ടി എന്താ പറയുക, റോഡ് പണിയെക്കാട്ടി ഭയങ്കരമായ കഷ്ടപ്പാടാണ് ഈ ഡബ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇവിടുത്തെ പോലെയല്ല, അവിടെ കൂലിപ്പണിക്കാരെ പോലെയാണ്. ഇപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി അവിടെ ഒരു വണ്ടി ഒന്നിരിക്കും, ഒരു 10 പേര് ഓടാനുള്ള ഒരു 10 പേരെന്ന് പറഞ്ഞാൽ വണ്ടിക്കകത്ത് കയറി അങ്ങോട്ട് പോകും. അവന് വീടിന് തീ പിടിക്കും, അതിന്റെ കൂടെ ഓടാൻ വേണ്ടി ഒരു 100-100 പേരെ കൊണ്ടു. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ ജീവിത രീതികളൊക്കെ. അപ്പൊ അതുപോലെയൊക്കെ നമ്മളിങ്ങനെ ഒരു ദിവസം കൊണ്ട് വിളിക്കും, ഇന്നൊരു 5 എപ്പിസോഡ് കാർട്ടൂൺ ചെയ്യാനുണ്ട്, അപ്പൊ അങ്ങോട്ട് ചെന്ന് അങ്ങോട്ട് ചെയ്യും, പിറ്റേ ദിവസം വേറെ സിനിമയ്ക്ക് വിളിക്കും. അങ്ങനെ നമ്മളിങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അവിടെ തിരക്കാണ്? തിരക്കല്ല, കഷ്ടപ്പാടാണ്. അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് നമ്മളെ തിരക്കി വരും, കഷ്ടപ്പെടുത്താൻ. അപ്പൊ എന്തായാലും ഡബിംഗ് മേഖലയിൽ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇനി ഞങ്ങളുടെ ഒരു സ്നേഹാദരൻ ചേട്ടൻ നൽകാൻ ആഗ്രഹിക്കുന്നു. അത് അദ്ദേഹത്തിന് കൈമാറുവാനായിട്ട് രമേശ് ചേട്ടനെ മനോജ് ചേട്ടനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്, പ്ലീസ്. കൊല്ലം അനിൽ, അദ്ദേഹത്തിന്റെ മുഖത്തേക്കാൾ കൂടുതൽ നമ്മൾ ശബ്ദമാണ് കേട്ടിട്ടുള്ളത്, ആസ്വദിച്ചിട്ടുള്ളത്. ഒരുപാട് വേദികളിൽ, അതായത് എല്ലാ ഉത്സവപ്പറമ്പുകളിലും ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്ത് മലയാളികളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള പ്രതിഭയാണ് അനിൽ കൊല്ലം. അദ്ദേഹം തിരക്കുകൾക്കിടയിൽ ഇവിടെ വന്നതിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഫണ്ട്സ് അപ്പോൺ എ ടൈമിന്റെ ഭാഗ ഒരു ചെറിയ ആദരവ്.